Welcome everyone to the channel once again. So today we have a beautiful guest, Dr. Dilip. He is currently working in an industry after completing his PhD in mechanical and mechatronics from the University of Waterloo, Canada. And today he will be sharing his experience with us today. So welcome Dilip to the talk. Thank you so much to be here to share your experience with everyone. Yeah. Hi, guys. Thank you for having me here. Okay, so can you give us a small introduction about you, about your background and your current position and things? Yeah, sure. Yeah, myself, Dilip Ramachandran. As you said, I completed my PhD from University of Waterloo in mechanical and mechatronics engineering. Currently, I'm working as a material science engineer in Centerline, Windsor, which is in south part of Canada. I completed my master's in advanced materials engineering from South Korea. Then I completed my BTech, basically engineering, from MG University, Kerala. So, ഇതാണ് മൊത്തത്തിലുള്ള എൻ്റെ ഒരു കഴിഞ്ഞ ഒരു 10 ഇയേഴ്സിൽ ലാസ്റ്റ് 10 ഇയേഴ്സ് മൈ ജേർണി. ഇപ്പോ 2012-ലാണ് ഞാൻ ബിടെക്കിന് ജോയിൻ ചെയ്തത്. ദെൻ 2017 ഐ ജോയിൻ മൈ മാസ്റ്റേഴ്സ്. ദെൻ 2019 ഫോളോഡ് ബൈ മൈ PhD. Then 1 year of postdoc in 2024-25. Then after that, like past 2 years, 1.5 years, I would say, I am working as a material science engineer in an industry. That's all. Okay, that's great. How was your transition from academy to industry? How will you Oh, explain that? so it was a bit challenging, to be honest, because I like industry, because I was thinking, like, for a long time, like, academia is not my cup of tea, to be honest. Especially like when I did my PhD in Canada, because like, it's very difficult to get a tenure track position in either in Canada or US because it's so competitive. സോ ഐ വാസ് തിങ്കിങ് ലൈക്ക് ഓക്കെ, ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡൈവേഴ്സ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കുറച്ചും കൂടി ഫ്രീ ആണ് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരു പൊസിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണെങ്കിലും വിച്ച് ഇസ് ഇൻഡസ്ട്രി ഇസ് ദ ബെസ്റ്റ്, ഐ വുഡ് സേ. ഇപ്പം ഞാൻ ഒരു റോൾ മോഡലായിട്ട് എടുത്തിരിക്കുന്നത്, ലൈക്ക് മൈ സൂപ്പർവൈസർ ഈസ് മൈ റോൾ മോഡൽ ഇൻ ദാറ്റ് കേസ്, ബിക്കോസ് ഹി വാസ് ആക്ച്വലി he completed his PhD postdoc, then he joined in an R&D industry. Then he worked there for like 10 years. Then he built up his career there. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു നല്ല റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് ദെൻ ഹി ജോയിൻ ദ യൂണിവേഴ്സിറ്റി ആസ് എ സൂപ്പർവൈസർ. സോ അപ്പം പുള്ളിയുടെ ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാല്, പുള്ളിയുടെ ലൈഫ് സ്റ്റേജിൽ പുള്ളിയുടെ ലൈഫ് കുറച്ചുകൂടെ സെറ്റിൽഡ് ആയിരുന്നു. ബിക്കോസ് ലൈക്ക് വൺസ് യു സ്റ്റാർട്ട് ഐ ടെന്യൂ ട്രാക്ക് പൊസിഷൻ, ലൈക്ക് യു ഹാവ് ലൈക്ക് ലോട്ട് ഓഫ് ഡെലിവറബിൾസ്. അത്രയും ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഫസ്റ്റ് 5 ഇയേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ലൈഫ് സെറ്റിലാക്കി. പുള്ളി ഒരു ഇൻഡസ്ട്രിയിൽ R&Dയിൽ വർക്ക് ചെയ്തു. സോ ഹി ഹാവ് ലോട്ട് ഓഫ് കണക്ഷൻ, ഹി മെയ്ഡ് ലോട്ട് ഓഫ് കണക്ഷൻ, ഹി നോ ലൈക്ക് ഹൗ ഇൻഡസ്ട്രി വർക്ക്സ്. കാരണം അത് പുള്ളി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് ഒരു സൂപ്പർവൈസർ ആയപ്പോൾ. ബിക്കോസ് ഹി നോ ഹൗ ടു കോണ്ടാക്ട്, ലൈക്ക് വെയർ ടു കോണ്ടാക്ട്, ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഫണ്ടിങ് കിട്ടാനായിട്ട് എത്ര എളുപ്പമാണ്, വാട്ട് ടു റൈറ്റ്, ലൈക്ക് ഹൂം ടു കോണ്ടാക്ട് എന്നുള്ള ഒരു കോണ്ടാക്ട് കിട്ടാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം എനിക്കും തോന്നി, അപ്പോൾ ആ ഒരു ട്രാക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അക്കാഡമിയിലോട്ടുള്ള ട്രാൻസിഷനൊക്കെ പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോർ മീ, ലൈക്ക് എനിക്ക് തോന്നുന്നു പുള്ളി എടുത്തതുപോലുള്ള ഒരു എടുക്കാനാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇറ്റ് വുഡ് ബി ഈസി. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള അതുകൊണ്ടായിരിക്കും ഞാനും പെട്ടെന്നൊരു ടെന്യൂർ ട്രാക്ക് പൊസിഷനിലേക്കൊക്കെ അപ്ലൈ ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാതെ, ലൈക്ക് ഐ ചൂസ് ലൈക്ക് ഇൻഡസ്ട്രി ആസ് എ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ഇവിടുന്ന് ഇപ്പം നന്നായിട്ട് ഇൻഡസ്ട്രിയിൽ റിസർച്ച് നടക്കുന്നുണ്ട്. നന്നായിട്ട് കുറെ എന്താണ് ഫ്യൂച്ചറിന് വേണ്ടുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്.
സോ ഇറ്റ് വുഡ് ബി ഈസിയർ ലൈക്ക് എനിക്കത് കുറച്ചുകൂടെ പിക്കപ്പ് ചെയ്യാൻ പറ്റി എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി. സോ ലൈക്ക് അവിടെ റിസർച്ച് ചെയ്യുമ്പോൾ ദാറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എൻവയോൺമെന്റ് കമ്പയർഡ് ടു അക്കാഡമിയ. അപ്പോ എനിക്ക് തോന്നുന്നു അതുകൂടെ പഠിച്ചതിന് ശേഷം ലൈക്ക് ഇഫ് യു വാണ്ട് ടു ജോയിൻ ഇൻ ആൻ അക്കാഡമിയ ലൈക്ക് ലേറ്റർ ഓൺ ആഫ്റ്റർ 5 years then അങ്ങനെ ജോയിൻ ചെയ്യാനും പറ്റും. അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ബട്ട് ഇനി ചിലപ്പോൾ ചില കമ്പനീസ് ഉണ്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ യു ക്യാൻ കണ്ടിന്യൂ ആസ് എ R&D നല്ല 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 പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുന്ന കമ്പനി ആണെങ്കിൽ ലൈക്ക് യു ക്യാൻ സ്റ്റിൽ കണ്ടിന്യൂ ആസ് എൻ R&D എഞ്ചിനീയർ ഓർ സയന്റിസ്റ്റ് there. So that's also like part of like at the same time you can guide students in university. So that's what one of the other opportunities you have. Like if you work in a really good industry, for example, like you work in a really good industry with a lot of R&D and stuff. So you can actually give project to the students in the university. Like you can നിങ്ങൾക്ക് PhD സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ഹെഡേക്ക് ഒന്നും ഇല്ലാതെ തന്നെ ഇൻഡസ്ട്രിയൽ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ പാരലൽ ജേർണി ഐ വുഡ് സേ. സോ ബോത്ത് വർക്ക് ലൈക്ക് ബട്ട് ഐ ചൂസ് ഇൻഡസ്ട്രി. ഓക്കെ ഓക്കെ. അപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ R&D? ഒരുപാട്. R&D അല്ലേ? ഒരുപാട്. R&Dയിലാണോ അതോ നോർമൽ ഒരു വർക്ക് എങ്ങനെ Now, വരുന്നത്? like, Ippa currently, like my company, I am in R&D as well as ഡേ ടു ഡേ ലൈഫ്, ഡേ ടു ഡേ ജോബ്. കാരണം എൻ്റെ കമ്പനി ഒരു ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പം R&D പ്രോജക്ട്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഡേ ടു ഡേ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഉണ്ട്. അപ്പം ഇത് ഒരു കമ്പൈൻ ഓഫ് ടു. അപ്പൊ ഞാൻ R&D പ്രോജക്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഒരു പ്രോജക്ട്സ് റൺ ചെയ്യുന്നുണ്ട്, ഒരു R&D പ്രോജക്റ്റ്. അറ്റ് ദ സെയിം ടൈം ഇപ്പം ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും കൂടെ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ രണ്ടും ഒരേ സമയം നടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ അപ്പോൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് R&D is an option after after doing a PhD, right? So do you have any other insight, like what are the other opportunity we have after doing a PhD in material science or mechanical? See, opportunities are a lot of opportunities are there. പക്ഷെ ഇതില് എന്താ പറയാ, ഒരു റൈറ്റ് ഒരു 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 ജോബ് കിട്ടുക എന്നുള്ളതാണ് കുറച്ച് പാട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കേസിൽ ഇപ്പൊ എൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പൊ കറന്റ്ലി ലൈക്ക് ഐ എം ഡൂയിങ് ദിസ് ജോബ്. ലൈക്ക് ഇതൊരു ഞങ്ങളൊരു ഓട്ടോമേഷൻ ഇന്റഗ്രേഷൻ കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയിലുള്ള എൻ്റെ ജോലി ഇപ്പോൾ ഒരു PhD കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ജോലി കറന്റ് ഞാൻ ചെയ്യുന്നത് R&D പ്രോജക്റ്റ് റൺ ചെയ്യുന്നു, ഡേ ടു ഡേ ഇത് നോക്കുന്നു. അപ്പോൾ നിങ്ങളൊരു R&D മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയുക, R&D മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു R&D മാത്രമുള്ള ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡേ ടു ഡേ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെന്യൂർ ട്രാക്ക് പൊസിഷൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഡോക്ക് ആയിട്ട് ലോങ് ടൈം പോസ്റ്റ് ഡോക്ക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലെക്ചറർ ആയിട്ട് മാത്രം ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാള് ഹി ആക്ച്വലി ബിക്കം എ ലെക്ചറർ. സി, ലെക്ചറിലും സൂപ്പർവൈസറിലും പ്രൊഫസറിലും ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ലെക്ചറർ ആണെങ്കിൽ യൂണിവേഴ്സിറ്റീസ് അധികം ലെക്ചറേഴ്സിനെ പ്രിഫർ ചെയ്യാറില്ല, ടു ബി ഓണസ്റ്റ്, വലിയ യൂണിവേഴ്സിറ്റീസ്. ബിക്കോസ് ലെക്ചറർ എന്ന് പറഞ്ഞാൽ അവർക്ക് ടീച്ചിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് എനി R&D ആക്ടിവിറ്റീസ് ഓർ റിസർച്ച്. അവർ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാറില്ല. അപ്പോ അങ്ങനെ ലെക്ചറർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷൻ അവിടെ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇൻ കേസ്. കാരണം നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ
റിസർച്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് ദേ ഗോ ടു സ്കൂൾ, അവരെ ടീച്ച് ചെയ്യും, സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്തിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പൊതുവെ കാനഡ അല്ലെങ്കിൽ US അല്ലെ വലിയ യൂറോപ്പ് ആണെങ്കിലും അവിടെ ആറാണ്ട് ചെയ്യണം, റിസർച്ച് ചെയ്യണം, നമുക്ക് സ്റ്റുഡൻസിനെ എടുക്കണം, അതിൽ വർക്ക് ചെയ്യണം, പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യണം, എന്തെങ്കിലും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാരാണ് ലെക്ചറർ. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇൻ കാനഡ ലെക്ചറർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവർ പഠിപ്പിക്കുക മാത്രം, കുറെ കോഴ്സസ് എടുത്ത് മാത്രം പോകുന്ന ആൾക്കാരാണ്. ഇനി അങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വലിയ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നോർമലി അവർ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫണ്ടിങ് ഒക്കെ തരും, നിങ്ങളുടെ തന്നെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ PhD ചെയ്യുമ്പോൾ മോസ്റ്റ്ലി PhD ചെയ്യുന്ന സ്റ്റുഡൻസ് എന്തെങ്കിലും പൊതുവെ എന്തെങ്കിലും സിന്തസിസ് ചെയ്യോ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കണ്ടുപിടിക്കുകയോ, അല്ലെങ്കിൽ ദേ ഇൻവെന്റ് സംതിങ്, അല്ലെങ്കിൽ ദേ സോൾവ് സംതിങ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സൂപ്പർവൈസർ അത് ഇംപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം സി ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് ദാറ്റ് ആസ് എ സ്റ്റാർട്ടപ്പ്, ലൈക്ക് യു ക്യാൻ either സ്റ്റേ ആസ് എ പോസ്റ്റ് ഡോക്, അറ്റ് ദ സെയിം ടൈം യു ക്യാൻ റൺ ദാറ്റ് സ്റ്റാർട്ടപ്പ്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി അല്ല, നിങ്ങൾക്ക് എന്താ പറയാ, ഒരു നോർമൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മെറ്റീരിയൽ സയൻസിൽ PhD ചെയ്ത എൻ്റെ കൊളീഗ്സ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് എൻ്റെ ഒരു കൊളീഗ്, ഹീസ് ആക്ച്വലി വർക്കിംഗ് ഇൻ എ ഇൻഡസ്ട്രി വെയർ ലൈക്ക് ദേ യൂഷ്വലി ഡു ഓൾ ദീസ് കറക്ഷൻസ്. ഫോർ എക്സാമ്പിൾ റിപ്പോർട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് അവരുടെ ഡേറ്റ എടുത്തിട്ട് ദേ വിൽ പ്രൊഡ്യൂസ് റിപ്പോർട്ട്സ്. അപ്പം ഇപ്പൊ PhD കാരാണെങ്കിൽ അവർക്ക് നന്നായിട്ട് എഴുതാനും, ലൈക്ക് റിപ്പോർട്ട് എഴുതാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട്. മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ലൈക്ക് യു ക്യാൻ ആക്ച്വലി വർക്ക് ഇൻ കംപ്ലീറ്റ് ഡിഫറെന്റ് മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് എ ഗുഡ് കേപ്പബിലിറ്റി ഇൻ പോസ്റ്റ് ഓഫ് ലൈക്ക് ഹാൻഡ്ലിംഗ് പ്രോജക്ട്സ്, ഹാൻഡ്ലിംഗ് സ്റ്റുഡൻസ്, ഹൗ ടു മാനേജ് ഫണ്ട്, ദീസ് കൈൻഡ് ഓഫ് ഈ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാനേജ്മെന്റ് ഫീൽഡിൽ പോയാൽ അങ്ങനെയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഓവറോൾ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും PhD ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നാരോ ഡൗൺ ആയി പോകും. യെസ്, ലൈക്ക് നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ നാരോ ഡൗൺ ആയി പോകും, പക്ഷെ നിങ്ങളായിരിക്കും നിങ്ങളുടെ ഫീൽഡിൽ ബെസ്റ്റ്. പക്ഷെ അവിടെ നാരോ ഡൗൺ ആയി പോയാലും നിങ്ങളുടെ ബാക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രസന്റേഷൻ സ്കിൽ, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ, ഇതൊക്കെ വെച്ചിട്ട് യു ക്യാൻ ബിൽഡ് യുവർ CV, യു ക്യാൻ ഓൾസോ വർക്ക് ഇൻ സം അതർ ഇൻഡസ്ട്രി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഓപ്പൺ. കാരണം നിങ്ങളുടെ സ്കില്ലിനാണ് അവിടെ അവിടെ വില. അല്ലാതെ ലൈക്ക് എയ്തർ യു ഹാവ് എ PhD ഇൻ മെറ്റീരിയൽ സയൻസ്, ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യു കനോട്ട് വർക്ക് ഇൻ എനി അതർ ലൈക്ക് മാനേജ്മെന്റ് ഫീൽഡ്. അങ്ങനെ ഡൈവേഴ്സ് ആണ് ആക്ച്വലി. അതെ അതെ, അത് വളരെ ശരിയാണ്. നമ്മളെ പല ആൾക്കാരും വിചാരിക്കുന്നത് ഇഫ് യു ഡു PhD, so actually the competition will be higher, as you said. And also, yeah, as you mentioned that we people think that our career path is getting narrowed down, so we don't have enough opportunities and we are overqualified. That is always people think. Yeah, yeah, like see, I'm not denying that fact. കാരണം നിങ്ങളൊരു PhD ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒരു പർട്ടിക്കുലർ ഫീൽഡിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിൽ നിങ്ങൾ എക്സൽ ആവുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം യു ഏൺ ലോട്ട് ഓഫ് സ്കിൽസ്, അല്ലെ? നിങ്ങളുടെ PhD ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏൺ ചെയ്യുന്ന സ്കിൽസ് ആണ് നിങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ PhD ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യുന്നു, കൊളാബറേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ബാക്കിയുള്ളവർ. അപ്പം അവിടെ നിങ്ങൾ ഏൺ ചെയ്യുന്ന കുറെ സ്കിൽസ് ഉണ്ട്. അതിൽ പ്രസന്റേഷൻ ആണെങ്കിലും, റൈറ്റിംഗ് സ്കിൽസ് ആണെങ്കിലും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണെങ്കിലും, അങ്ങനെ കുറെ സ്കിൽസ് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. ആ സ്കിൽസിന് ഭയങ്കര പേ ഉണ്ട്. അപ്പോ നിങ്ങൾ ആ സ്കിൽസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ലൈക്ക് യു വിൽ ബി ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ് ഫോർ ഷുവർ. അതെ അതെ അതെ, ശരിയാണ്. ഇപ്പം എനിക്ക് വേറൊരു കാര്യം അറിയേണ്ടത് എന്താന്ന് വെച്ചാല്, ഇതിപ്പം ഓൾറെഡി ഇപ്പൊ പോസ്റ്റ് ഡോക്ക് ആയിട്ട് വർക്ക് ചെയ്തല്ലോ. അപ്പോൾ ഇഫ് യു വാണ്ട് ടു അപ്ലൈ ഫോർ ഇന്ത്യ ഫോർ എ പോസ്റ്റ് ഡോക്ക് പൊസിഷൻ ഇൻ കാനഡ, is it possible to get a position there or it's too hard? So you mean like someone wanted to apply a postdoc position in Canada? Is it hard or easy?
Is that the Yes. question? Yeah. See, like it all depends on the available position. So, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ലാബിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വി ഡു ഹാവ് ദിസ് രണ്ട് ടൈപ്പ് ആൾക്കാരും ഉണ്ട്. കാരണം ഇൻഹൗസ് ആയിട്ട് പി എച്ച് ഡി ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കാനഡയിലോ തന്നെ പി എച്ച് ഡി ചെയ്തിട്ട് പോസ്റ്റ് ഡോക്ക് ആയവരും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം സമൺ ഹു കെയിം ഫ്രം ഔട്ട്സൈഡ്, കാരണം കംപ്ലീറ്റ്ലി പുറത്തുനിന്ന് വന്ന് പോസ്റ്റ് ഡോക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സി വി ആൻഡ് യുവർ ഹൗ യു അപ്രോച്ച് പ്രൊഫസേഴ്സ്, സൂപ്പർവൈസേഴ്സ്. അപ്പം എനിക്ക് തോന്നുന്നു ഐ വോണ്ട് സേ ദാറ്റ് ഇറ്റ്സ് ഈസി, അറ്റ് ദ സെയിം ടൈം ഐ വോണ്ട് സേ ദാറ്റ് ഇറ്റ്സ് സോ ഹാർഡ്. നിങ്ങളുടെ സി വിയിൽ നിങ്ങൾക്ക് നല്ല കേപ്പബിലിറ്റീസ് ഉണ്ട്, യു ഹാവ് പബ്ലിക്കേഷൻസ്, ഗുഡ് പബ്ലിക്കേഷൻസ് ഇൻ യുവർ ഫീൽഡ്. അപ്പം നിങ്ങളുടെ പി എച്ച് ഡി സമയത്ത് നല്ല പബ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ഇറ്റ്സ് പ്രിറ്റി ഈസി ടു ഗെറ്റ് എ പോസ്റ്റ് ഡോക് പൊസിഷൻ. ബിക്കോസ് എല്ലാ സൂപ്പർവൈസേഴ്സും ദേ പ്രിഫർ സം പോസ്റ്റ് ഡോക് ബിക്കോസ് അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദേ യൂഷ്വലി ടേക്ക് പോസ്റ്റ് ഡോക്സ് ഇൻ ജനറൽ. അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പോസ്റ്റ് ഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അണ്ടറിൽ ഒരു പി എച്ച് ഡി സ്റ്റുഡൻസും ഒരു മാസ്റ്റർ സ്റ്റുഡന്റും ഉണ്ടായിരുന്നു. അപ്പം എന്താന്ന് വെച്ചാൽ സൂപ്പർവൈസറിന്റെ ലോഡ് കുറയ്ക്കണം. സോ സൂപ്പർവൈസർ എന്ത് ചെയ്യും, അതിൽ ഫുള്ള് കൺട്രോൾ നമുക്ക് തരും. അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ Mm. സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാം, എങ്ങനെ അവരുടെ പ്രോജക്ട്സ് മാനേജ് ചെയ്യാം, ഫണ്ട് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അറ്റ് ദ സെയിം ടൈം ഇത് അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ കം ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പം എനിക്ക് തോന്നുന്നത് ലൈക്ക് സി ഇഫ് യു ആർ എക്സൽ ഇൻ യുവർ ഫീൽഡ്, നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ നല്ല പബ്ലിക്കേഷൻസ് ഉണ്ട്, എല്ലാവരും വെൽ നോൺ ആയിട്ടുള്ള ജേർണൽസിൽ പബ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി സ്ട്രേറ്റ് ഫോർവേഡ് ടു ഗെറ്റ് എ പോസ്റ്റ് ഡോക്ക് ഇൻ കാനഡ. സോ നിങ്ങൾക്ക് ആ ഫീൽഡിൽ തന്നെ ഒരു പോസ്റ്റ് ഡോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പബ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് സി വി എഴുതുക, കവർ ലെറ്റർ എഴുതുക, പേഴ്സണലായിട്ട് ഇമെയിൽ അയക്കുക. വൺസ് ഇമെയിൽ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ സ്ട്രേറ്റ് ഫോർവേഡ് തിങ്. ഓക്കെ, ഓക്കെ, ഓക്കെ. യാ. സോ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, നോർമലി ഈ ഗ്രൂപ്പിൽ പി എച്ച് ഡി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ പോസ്റ്റ് ഡോക്ക് ആയിട്ട് എടുക്കാറാണ് ഞാൻ പൊതുവെ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരു യെസ്. എക്സ്റ്റേണൽ പ്രൊജക്റ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫണ്ടിങ്ങോ അങ്ങനെ എങ്ങാനും വരുന്ന സമയത്ത് മാത്രമാണ് അവർ പുറത്തുനിന്നൊരു പോസ്റ്റ് ഡോക്കിനെ ചൂസ് ചെയ്യാറ്. ഞാൻ അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെയുണ്ട്. സി ദാറ്റ്സ് ഡെഫിനറ്റ്ലി ട്രൂ. കാരണം ഇപ്പം നമ്മുടെ ലാബിൽ തന്നെ വർക്ക് ചെയ്ത ഒരാളെ പി എച്ച് ഡി അല്ലെങ്കിൽ പോസ്റ്റ് പി എച്ച് ഡി വർക്ക് ചെയ്ത ഒരാളെ പോസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ലൈക്ക് ഹി ഡോണ്ട് ഹാവ് ലൈക്ക് സൂപ്പർവൈസറിന് ഒരു വലിയ റിസ്ക് ഇല്ല. ബിക്കോസ് കഴിഞ്ഞ ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം അവര് കണ്ട ആള് തന്നെയാണ്. ദേ നോ യുവർ കേപ്പബിലിറ്റീസ്, ദേ നോ ലൈക്ക് വാട്ട്സ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പൊ അതിൽ പ്രോപ്പറായിട്ട് അവർക്ക് വർക്ക് ചെയ്ത് അവർക്ക് നിങ്ങളെ അവർക്ക് എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും. പക്ഷെ നമ്മളൊരു പുറത്തുനിന്ന് ഒരാളെ എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു 2 ഇയർ കോൺട്രാക്ടിന് നമ്മളൊരു ഒരു പുറത്തുനിന്ന് ഒരാളെ എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സൂപ്പർവൈസർ ആണെങ്കിൽ എൻ്റെ മെയിൻ പേടി എന്ന് പറയുന്നത് സി ലൈക്ക് ഹി ഹാവ് പബ്ലിക്കേഷൻ, ഹി ഹാവ് കേപ്പബിലിറ്റി, പക്ഷെ എങ്ങനെയായിരിക്കും അവൻ ഈ ലാബുമായിട്ട് അഡ്ജസ്റ്റ് ആവുക, അല്ലെങ്കിൽ അവൾ ഹി ഓർ ഷീ അപ്പം എങ്ങനെയായിരിക്കും ലാബുമായിട്ട് അഡ്ജസ്റ്റ് ആവുക, എത്രത്തോളം അവർക്ക് ഈ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. സോ ദോസ് ആർ ദ ലൈക്ക് കപ്പിൾ ഓഫ് കൺസേൺസ് ഓഫ് കോഴ്സ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്താണെന്നറിയോ, ഫോർ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ലൈക്ക് ഇഫ് യു ആർ ഇൻ എ കോൺഫറൻസ്, നിങ്ങളൊരു കോൺഫറൻസിന് പോയി ഒരു സൂപ്പർവൈസറെ കണ്ടു, ആ ലാബിൽ എനിക്ക് പോസ്റ്ററൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് ഗോ ആൻഡ് ടോക്ക് ടു ഹിം. അപ്പൊ ആ ഒരു ഇനിഷ്യൽ ഈ സംസാരത്തിൽ തന്നെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് വെരി ഈസി. അപ്പം ഉം. അങ്ങനെ അങ്ങനെ പോസ്റ്റ് ഡോക്ക് ആയി വന്ന ആ, ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ പോസ്റ്റ് ഡോക്ക് ആയ കൊളീഗ്സിനെ എനിക്കുണ്ട്. അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ഒരു ഈസി ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനൊരു ഇത് കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ്. ശരിയാണ്. കണക്ഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇങ്ങനത്തെ അതെ, പൊസിഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അതെ, അതെ. ഓക്കെ. എനിക്കറിയാം ഇത് കുറച്ച് നാളായി മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടെന്നുള്ളത്. ബട്ട് ഇഫ് ഉം. യു ഡു യു റിമെമ്പർ ഹൗ യു
applied for the University of Waterloo for a PhD position? Uh, okay. Yeah, I do remember, to be honest. So, എന്റെ കേസ് is some little different, to be honest. So, എല്ലാ കേസും ഇങ്ങനെ ആവണമെന്നില്ല. കാരണം, for my case, like എന്റെ കേസില് എന്റെ കൊറിയൻ ലൈക്ക് ആസ് ഐ സെഡ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് കൊറിയയിലാണ്. അപ്പൊ എന്റെ കൊറിയയിലെ ലാബും എന്റെ കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂലെ ലാബും വി ആർ വർക്കിംഗ് ഇൻ ദ സെയിം ഫീൽഡ്. അപ്പോ ഈ രണ്ട് ലാബുകള് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് എന്ന് ആണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പൊ കാനഡയിലെ ലാബ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, കൊറിയയിലെ ലാബും ഓൺ പാർ വിത്ത് ദീസ് തിങ്. പക്ഷെ കൊറിയയിലെ ലാബ് കുറച്ചുകൂടെ ചെറുതാണ്. അപ്പം നമ്മൾ ഒരേ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് വി ഷെയർ കോമൺ പബ്ലിക്കേഷൻസ്. അപ്പോൾ ഒരു ഒരു വർക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈറ്റേഷൻസ് പോകുന്നത് ഇങ്ങോട്ടാണ് അല്ലെങ്കിൽ അങ്ങോട്ടാണ്. അപ്പം ബേസിക്കലി ഞാൻ PhD ചെയ്ത ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കമ്പാരറ്റീവ്ലി നാരോ ഫീൽഡാണ്. അപ്പം ഇപ്പൊ നമ്മളൊരു കൺട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കാനഡയിലെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങളും യൂണിവേഴ്സിറ്റി ആൽബർട്ടേ ഉള്ളൂ. ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലാണ് മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ US എടുത്തു കഴിഞ്ഞാൽ US കുറച്ച് മെയിൻ യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് ഞങ്ങളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം സോ വി നോ എവ്രി വൺ. ഇങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര കുഞ്ഞു സർക്കിളാന്ന് പറയും. Mhm. ഭയങ്കര ചെറിയ കമ്മ്യൂണിറ്റിയാണ്. അപ്പം എനിക്ക് എന്റെ സൂപ്പർവൈസറെ നേരത്തെ അറിയാമായിരുന്നു. മൈ കൊറിയൻ സൂപ്പർവൈസർ ആൻഡ് മൈ കനേഡിയൻ സൂപ്പർവൈസർ ദേ വർ റിയലി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോ എന്റെ കേസില് സോ ഐ നോ ദിസ് യൂണിവേഴ്സിറ്റി. എനിക്ക് എളുപ്പമായിരുന്നു, കാരണം ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ദേ ആർ വർക്കിംഗ് ഇൻ ദ സെയിം ഫീൽഡ്. സോ ഈസി ആയിരുന്നു എനിക്ക് എന്റെ സൂപ്പർവൈസറെ കോൺടാക്ട് ചെയ്യാൻ. എന്റെ ഈ ഇവിടുത്തെ കനേഡിയൻ സൂപ്പർവൈസറെ കോൺടാക്ട് ചെയ്യാൻ. സോ വൺസ് ഇമെയിൽ അയച്ചപ്പോൾ ദേ നോ ലൈക്ക് ഓക്കെ വാട്ട് വി വെർ വർക്കിംഗ് ഓൺ. അപ്പോൾ എന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു. ദെൻ ഐ പ്രിപ്പയർഡ് എന്റെ എന്റെ മാസ്റ്റേഴ്സിന്റെ തീസിസ് തന്നെ ഞാനൊരു കുറച്ചും കൂടി ഒരു ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. സോ ലൈക്ക് ഒരു PhD ആസ്പിറൻസിന് എനിക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ വല്ലതും നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ നിങ്ങളുടെ നേരത്തെ വർക്ക് ഒരു ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു കോമൺ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഒരു പ്രസന്റേഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ഒരു 20 minutes പ്രസന്റേഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു കൺവേ. അപ്പോൾ അതിലായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഫോക്കസ് മൊത്തം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പം സൂപ്പർവൈസറിന് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ നിങ്ങൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് യു ആർ ആക്ച്വലി ഗൈഡിങ് ദാറ്റ് ഇന്റർവ്യൂ എന്നുള്ള രീതിയിലാവും. കാരണം നിങ്ങളുടെ കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അതിൽ എന്താണ് നടക്കുന്നതെന്ന്. സോ ഈവൻ ഇഫ് യു ആസ്ക് സം ക്വസ്റ്റ്യൻ ലൈക്ക് യു ക്യാൻ ഗസ് സം ആൻസേഴ്സ്. അപ്പം അവിടെ നിങ്ങളുടെ ആ ഒരു ഇന്റർവ്യൂ ടൈമിൽ ഒരു 1 hour ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഒരു 40 minutes നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പം എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ സോ ഹി ടോൾ മീ ഓക്കെ ദിസ് ഈസ് എ ലിങ്ക് ടു അപ്ലൈ ടു യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉള്ള ലിങ്ക് തന്നു. ഐ ഡയറക്ട്ലി അപ്ലൈഡ് ദെയർ. സോ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പം യൂണിവേഴ്സിറ്റി അത് സൂപ്പർവൈസറിന് ഫോർവേഡ് ചെയ്യും. ദെൻ ഹി അപ്രൂവ്സ്. അങ്ങനെയാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി അല്ല ജനറൽ കേസിലാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ ആൾക്കാരെ കാണുന്നത് ഒരു ഒരു രണ്ട് ടൈപ്പ് ആൾക്കാരായിട്ടാണ്. ഇൻ ജനറൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ സ്റ്റുഡൻസിനെ കാണുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും. ജസ്റ്റ് ഒരു നോർമൽ മാസ്റ്റേഴ്സ് MTechോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസും PhDക്ക് നോക്കുന്നുണ്ടാവും. അപ്പോൾ മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് ചെയ്ത സ്റ്റുഡൻസിനെ ഞാൻ ഒരു കാറ്റഗറി ആയിട്ടും മാസ്റ്റേഴ്സ് അല്ലാതെ ചെയ്യുന്ന നോർമൽ മാസ്റ്റേഴ്സ് ചെയ്ത സ്റ്റുഡൻസിനെ ആ ഒരു കാറ്റഗറി ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് ആവുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഈസി പാത്താണ്. കാരണം സോ ദേ മൈറ്റ് ഹാവ് സം പബ്ലിക്കേഷൻസ്. സോ അവരുടെ CV അവർക്ക് എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നതെന്ന് അറിയാം. സോ അവരുടെ കേസിൽ PhDക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ, സോ യു ലുക്ക് അറ്റ് ദ പബ്ലിക്കേഷൻസ് ഏത് ലാബിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കുക. നിങ്ങൾ ഒരു പബ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ റെഫറൻസസ് ഏത് ലാബിൽ നിന്നാണ് നിങ്ങൾ എടുത്തതെന്ന് നോക്കുക. അപ്പം അതായിരിക്കും ഏറ്റവും ഈസി നിങ്ങൾക്ക് PhDക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പം നിങ്ങൾ റെഫറൻസസ് എടുക്കുമ്പോൾ ആ ലാബ് ഏതാണ്, ആ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോക്കുക. വിച്ച് മീൻസ് ആ യൂണിവേഴ്സിറ്റി അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം. സോ വിച്ച് ഈസ് വെരി സിമ്പിൾ അല്ലേ? അപ്പൊ അങ്ങനെ അവർക്ക് ആ യൂണിവേഴ്സിറ്റീസും ആ പ്രൊഫസേഴ്സിന്റെയും കോൺടാക്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരെ ഇമെയിൽ ചെയ്യാം. കാരണം കറസ്പോണ്ടിങ് ഓതറിന്റെ എപ്പോഴും ഇമെയിൽ അഡ്രസ്സ് പബ്ലിക്കേഷനിൽ തന്നെ കാണും.
അപ്പൊ അതാണ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൊളീഗ്സോ അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തെങ്കിലും നിങ്ങൾ സ്കോളറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പബ്ലിക്കേഷൻസ് കിട്ടിയ ആ ലാബ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും ദെൻ യു ക്യാൻ അപ്ലൈ ടു ദാറ്റ് ലാബ് അല്ലെ ആ സൂപ്പർവൈസറിന്റെ ഇമെയിൽ. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വെബ്സൈറ്റ് ഭയങ്കര എന്താ പറയുക ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് അവരെ കിട്ടും. അപ്പം അപ്പം അവരുടെ കോൺടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരെ അങ്ങനെ അയക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ കേസിൽ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ, കാരണം നിങ്ങൾക്ക് ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് യു ഹാവ് ടു ബിൽഡ് ഇറ്റ്. അപ്പം അതിൽ നിങ്ങളുടെ സി വി നിങ്ങൾ നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ട് ആ, ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സി വി ബിൽഡ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് വേണമെങ്കിൽ എഴുതാം. പിന്നെ അല്ലാതെ നിങ്ങളൊരു കവർ ലെറ്റർ എഴുതാം. ഈ മൂന്ന് സാധനം എഴുതിയിട്ട് നിങ്ങൾ ഓരോ സൂപ്പർവൈസേഴ്സിനും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കും ഡയറക്റ്റ് ഇമെയിൽ അയക്കേണ്ടി വരും. അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് ഡയറക്റ്റ്ലി പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. ദെൻ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും സൂപ്പർവൈസറിന്, ദെൻ അവര് ചൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സൂപ്പർവൈസറിനെ കോൺടാക്ട് ചെയ്തിട്ട് ദെൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു രണ്ട് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ, ഇപ്പൊ സ്റ്റുഡൻസ് ഏതിലാണ് കാറ്റഗറി വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. പിന്നെ കുറെ അതെ. നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ കുറെ റിജക്ഷൻസ് വരും. കുറെ ആൾക്കാർ 100 പേര് അയക്കുമ്പോൾ ലൈക്ക് ഔട്ട് ഓഫ് 100 ചിലപ്പം 5 പേരായിരിക്കും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുക. ബട്ട് ഡോണ്ട് വറി, ചിലപ്പോൾ ആ 5 പേരിൽ ചിലപ്പോൾ ഒരാളായിരിക്കും നിങ്ങളുടെ സൂപ്പർവൈസർ. സോ ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. ലൈക്ക് അയക്കുക, കൂടുതൽ ഇമെയിൽ അയക്കുക, കൂടുതൽ ഒരു നല്ലൊരു കവർ ലെറ്ററും സി വിയും ജനറേറ്റ് ചെയ്യുക. പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ പബ്ലിക്കേഷൻ, അതൊരു എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ അല്ല, ഒരു ഡൊമസ്റ്റിക് ആണെങ്കിൽ കൂടിയും നിങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഐ വാസ് തിങ്കിങ് ലൈക്ക് ഓക്കെ ഇതൊരു പബ്ലിക്കേഷൻ ഒന്നും അല്ല, ഞാൻ അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തില്ല. പക്ഷേ അത് ഒരു സമയത്ത് എന്നോട് സൂപ്പർവൈസർ ഇന്റർവ്യൂവിന് ചോദിച്ച സമയത്ത് ദാറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ പബ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ദെൻ ക്വസ്റ്റ്യൻസ് ആ ആ ഒരു ഫീൽഡിലേക്ക് ഫോക്കസ് ആയി. അപ്പൊ എനിക്ക് കുറെ സമയം അവിടെ ടൈം സേവ് ചെയ്യാനും പറ്റി, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എന്താ പറയാ ഒരു പോസിറ്റീവ് സൈഡും കൂടി ഉണ്ട് അതിന്. ശരിയാണ്, ശരിയാണ്. അങ്ങനെ. വേറെന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ അഡ്വൈസ് ആഡ് ചെയ്യാനുണ്ടോ? സി എനിക്ക് ഇപ്പം കോമൺലി ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നൊക്കെ ആണെങ്കിലും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, സി ലൈക്ക് നിങ്ങൾ ഇപ്പം ഇൻ ജനറൽ ആണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ലെറ്റ്സ് ഒരു 23-25 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും ഇൻ ജനറൽ. അപ്പം എല്ലാവരും ചോദിക്കുന്ന, സി ഐ ഹാവ് ഫാമിലി, ഞാൻ എങ്ങനെ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യും, എനിക്ക് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ഫാമിലി ഉണ്ട്, എൻ്റെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, അപ്പൊ എനിക്ക് ടൈമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സി പ്രത്യേകിച്ച് പി എച്ച് ഡി അപ്ലൈ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി പി എച്ച് ഡിസ് എല്ലാം ഫണ്ടഡ് ആയിരിക്കും. സി കാരണം ഫണ്ടഡ് അല്ലാത്ത പി എച്ച് ഡിസിനെ കുറിച്ച് ഞാനിപ്പോൾ വളരെ കുറച്ചാണ്, ഞാൻ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറെ ഫണ്ടഡ് അല്ലാത്ത പി എച്ച് ഡിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര കുറവാണ്. ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ഈ ഒരു റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ഞാൻ പി എച്ച് ഡി ഫണ്ടഡ് അല്ലാത്തതിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പം എല്ലാ പി എച്ച് ഡിയും ഫണ്ടഡ് ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നു കഴിയുമ്പോൾ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്തത് കിട്ടിക്കഴിഞ്ഞ് വന്നു കഴിയുമ്പം യു ഹാവ് ഡൈവേഴ്സ് ഓപ്പർച്യൂണിറ്റി ടു ഏൺ മണി. അപ്പം ഡോണ്ട് വറി, നിങ്ങൾ ഈ ഇത്രയും എനിക്ക് സ്റ്റൈഫൻഡ് സ്കോളർഷിപ്പ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതുകൊണ്ട് മാത്രം ഒരു സ്റ്റെപ്പ് ബാക്ക് എടുക്കണ്ട. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇൻ കേസ് ഇപ്പം യൂറോപ്പ് ആണെങ്കിലും ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും വേറെ കൺട്രീസ് ആണെങ്കിലും കാനഡ US ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പെർമിറ്റിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവും. ഇഫ് യു വാണ്ട് ടു വർക്ക്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലീഗലായിട്ട് വർക്ക് ചെയ്ത് പൈസ എടുക്കാം. ഇനി അല്ലാതെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത്, യൂണിവേഴ്സിറ്റീസ് ദേ ഓൾവേസ് ഹയർ TAs, ടീച്ചിങ് അസിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അണ്ടർ ഗ്രാഡ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റും. യു ക്യാൻ ടീച്ച് ദം. അപ്പം ദാറ്റ്സ് എ ലൈക്ക് അതൊരു നല്ല ഏണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു ഒത്തിരി പൈസ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ലൈക്ക് സി മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് യു ക്യാൻ ഏൺ മോർ ദാൻ യുവർ സ്റ്റൈഫൻ സ്കോളർഷിപ്പ് മണി ഫ്രം TA മോസ്റ്റ് ഓഫ് ദ കേസസ്. അപ്പം നിങ്ങൾക്ക് അത് ചില ഓഫർ ലെറ്ററിൽ, സം ഓഫ് ദ ഓഫർ ലെറ്ററിൽ അത് എംബഡഡ് ആയിരിക്കും. സോ യു ഹാവ് ടു ഡു ഇറ്റ്.
ആസ് എ ആസ് എ എന്താ പറയുക, എൻ്റെ സൂപ്പർവൈസറിൻ്റെ ചില സൂപ്പർവൈസറിൻ്റെ അണ്ടറിൽ അത് നിങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പക്ഷെ ചില ഓഫർ ലെറ്ററിൽ അതുണ്ടാവില്ല, വിച്ച് മീൻസ് ദാറ്റ് യു ആർ ഓപ്പൺ ടു ഡു ഇറ്റ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മറ്റേ ഓഫർ ലെറ്ററിൽ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫണ്ടിങ് പാർഷ്യലി ഈസ് കമ്മിങ് ഫ്രം ടി എ. ബട്ട് ഓഫർ ലെറ്ററിൽ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ യു ആർ ഓപ്പൺ ടു യു ക്യാൻ ഡു ടി എ. അത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇഫ് യു വാണ്ട് മണി യു ക്യാൻ ഡു ഇറ്റ്. അത് നിങ്ങളുടെ ലാബിന്റെ ടൈം എടുക്കുന്നുണ്ടെങ്കിലും വിച്ച് ഈസ് ഓക്കെ, ബിക്കോസ് എവരി സൂപ്പർവൈസർ അവർക്ക് അറിയാം നിങ്ങൾ ടി എ ചെയ്യുന്നുണ്ടെന്ന്, വിച്ച് മീൻസ് യു ആർ ടേക്കിംഗ് സം ടൈം ഔട്ട് ഓഫ് ദ ലാബ്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട്. അപ്പം ചില പി എച്ച് ഡി ആസ്പിറൻസ് അവർക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ദർ ആർ സം അതർ ഓപ്പർച്യൂണിറ്റി ടു ഏൺ മണി പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. സോ ഡോൺ വറി. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റെപ്പ് ബാക്ക് എടുക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ സ്റ്റിൽ യൂസ് ഇറ്റ്. അതൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്നും കൂടെ പൈസ ഏൺ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അതുകൊണ്ട് ആ ഒരു ഫീൽഡിൽ അങ്ങനെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റിൽ യു ക്യാൻ അപ്ലൈ ഫോർ പി എച്ച് ഡി. അപ്പം അതിന്റെ കൂടെ തന്നെ പൈസ ഏൺ ചെയ്യാനും അതേസമയം ഫാമിലി സപ്പോർട്ട് ചെയ്യാനും പി എച്ച് ഡി ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അതും ഒരു 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 ഓപ്ഷനായിട്ട് വെച്ചിരിക്കുക, അങ്ങനെ പി എച്ച് ഡി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. Okay, okay. Mhm. So I think we almost covered everything. I Yeah, guess okay. so. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? Thank you so Yeah, much, Dilip, for sharing your no problem. experience No problem. and giving your suggestions to PhD aspirants as well as PhD students. Thank you. Thank you. Yeah.